ബനു ഖുറൈളയില് ഇദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ് കൊന്നത്. ഓ ശരി, രാഷ്ട്രീയപരമായി കൊന്നു കഴിഞ്ഞാൽ ഉടനെ കഴുത്തങ്ങ് കൂടിച്ചേരുമല്ലോ അല്ലെ? രാഷ്ട്രീയപരമായി കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കരാറ് പാലിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ട് ഇതുമായിട്ട്. ഈ ബനു ഖുറൈളയിലെ വംശഹത്യ എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുള്ള, ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ള വിഷയമാണ്. പോട്ടെ, അവര് ന്യൂട്രലായിട്ട് നിന്നു, അതുമല്ല അവര് കരാർ ലംഘിച്ചു. അവരെന്താണ് പിന്നെ ചെയ്തത്? കരാർ ലംഘിച്ചു എന്ന് വെക്കുക, അദ്ദേഹം പറഞ്ഞ ചുമ്മാ വെറുതെ ഒന്ന് അംഗീകരിക്കുക. യുദ്ധം ജയിച്ചിട്ട് 25 ദിവസം അവർ കിടങ്ങ് കെട്ടി അവര് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. 25 ദിവസം പ്രതിരോധിച്ചതിന് ശേഷമാണ് അവർ മുന്നോട്ട് വരുന്നത്. ഒരു ആർബിട്രേറ്ററായിട്ട് നിയമിക്കുന്ന ആള് മുഹമ്മദ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അയാളുടെ തല കാണില്ല. 25 ദിവസത്തിന് ശേഷം എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കുക. അതിലൊരു സ്ത്രീയെ മുഹമ്മദ് വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി സ്ത്രീകളെയും കുട്ടികളെയും മുഹമ്മദിന്റെ അനുയായികൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വരുന്ന 900ഓളം വരുന്ന മനുഷ്യരെ അതിരാവിലെ 6:30 തുടങ്ങിയ വെട്ടിയേരിയലാണ്. വൈകുന്നേരം ആവുമ്പോഴും തീരുന്നില്ല, ആ കിടങ്ങിലേക്ക് തന്നെ വെട്ടിയേരിയൽ. ഇത് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയും അവര് സറണ്ടർ ചെയ്ത് വരികയാണ്. ഇനി അവർ ന്യൂട്രലായിട്ട് നിന്നു, അല്ലെ കരാർ ലംഘിച്ചു, അവർക്ക് എന്തെല്ലാം ശിക്ഷ കൊടുക്കാം? അവരെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തു, പോരെ? അവരെ സ്ത്രീകളെയും കുട്ടികളെയും അടിമയാക്കി, പോരെ? പോരാ. ഇതൊരു പാഠമായിരിക്കണം, ഹാർഡ് ലെസൺ. ഇനി ഒരിക്കലും ആളുകൾ ഇതേപോലെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു ക്രൂരതയുടെ അങ്ങേയറ്റം, പരമാവധി എന്ന് പറയാവുന്ന ഒരു വംശഹത്യയാണ് അവിടെ നടന്നത്. അത് രാഷ്ട്രീയമായിരുന്നു. അതെന്ത് ന്യായീകരണമാണത്? അതെന്താണ് അതിന്റെ ന്യായീകരണം? രാഷ്ട്രീയം. അങ്ങനെയാണെങ്കിൽ പലതും രാഷ്ട്രീയമല്ലേ? നിങ്ങൾ പറയുന്ന പല വംശഹത്യകളും രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? വംശഹത്യകൾ പലപ്പോൾ മതപരമാകാം, എത്തനിക്കാകാം, രാഷ്ട്രീയപരമാകാം, എല്ലാം കൊല തന്നെയാണ്. മനുഷ്യനാണ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ഇത്രയും മനുഷ്യരുണ്ട്, ഈ മനുഷ്യരെന്ന അവരെ വസ്തുവകളൊക്കെ പിടിച്ചെടുത്തു, നാടുവിടാനെങ്കിലും കൽപ്പിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. ഇസ്ലാമിലൊന്നും അത്തരം ദയക്കൊന്നും യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്.